solve k raised to k is equal to 2 raised to k plus 16. അപ്പോൾ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ അൺനോൺ ആയിട്ടുള്ളത് ആരാണോ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ അൺനോൺ ആയിട്ടുള്ളത് കെ ആണ്. അപ്പോൾ കെയുടെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, കെ റൈസ് ടു കെ എന്ന് പറയുന്നത് 2 റൈസ് ടു കെ പ്ലസ് 16 ആയാൽ കെയുടെ വില എന്ത്? അപ്പോൾ നമുക്ക് തന്നേക്കുന്നത് കെ റൈസ് ടു കെ ഈസ് ഈക്വൽ ടു 2 റൈസ് ടു കെ പ്ലസ് 16. 2 റൈസ് ടു കെ പ്ലസ് 16 നമ്മൾ ലാസ് ഓഫ് ഇൻഡിസസ് കൃത്യങ്ക നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട്. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ. അപ്പോൾ എ റൈസ് ടു എം പ്ലസ് എന്നിനെ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന ഫോമിൽ എഴുതാം. അപ്പോൾ 2 റൈസ് ടു കെ പ്ലസ് 16 2 റൈസ് ടു കെ ഇൻറ്റു 2 റൈസ് ടു 16 എഴുതാം. ഇത് വെച്ചിരുന്നില്ല എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 2 റൈസ് ടു കെ റൈറ്റ് സൈഡ് ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്യുന്ന 2 റൈസ് ടു കെയിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇൻറ്റു ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ കെ റൈസ് ടു കെ ബൈ 2 റൈസ് ടു കെ ഈസ് ഈക്വൽ ടു 2 റൈസ് ടു 16 ആയി. ഇനി കെ റൈസ് ടു കെ ബൈ 2 റൈസ് ടു കെ എന്ന് പറയുന്നത് എ റൈസ് ടു എം ബൈ ബി റൈസ് ടു എം ഫോമാണ്. രണ്ടിൻ്റെയും പവർ സെയിമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ കെ ബൈ 2 ദ ഹോൾ റൈസ് ടു കെ എന്ന് എഴുതാം. എ ബൈ ബി ദ ഹോൾ റൈസ് ടു എം ഈസ് ഈക്വൽ ടു എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ കെ റൈസ് ടു കെ ബൈ 2 റൈസ് ടു കെ എന്നുള്ളതിനെ കെ ബൈ 2 ദ ഹോൾ റൈസ് ടു കെ എന്ന് എഴുതാം. കെ ബൈ 2 ദ ഹോൾ റൈസ് ടു കെ എന്ന് എഴുതാം. ഇനി ഇവിടെ 2 റൈസ് ടു 16 ആണുള്ളത്. 2 റൈസ് ടു 16 നമുക്ക് 2 സ്ക്വയർ ദ ഹോൾ റൈസ് ടു 8 എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റൈസ് ടു എം ഇൻറ്റു എൻ. അപ്പോൾ എ റൈസ് ടു 2 ഇൻറ്റു 8 16. അപ്പോൾ 16 നമുക്ക് 2 സ്ക്വയർ ദ ഹോൾ റൈസ് ടു 8 എന്ന് എഴുതാം. 2 സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാ? 4 ആണ്. അപ്പോൾ നമുക്കതിനെ മാറ്റിയിട്ട് എങ്ങനെ മാറ്റാം? 4 റൈസ് ടു 8 എന്നാക്കാം. അപ്പോൾ കെ ബൈ 2 ദ ഹോൾ റൈസ് ടു കെ ഈസ് ഈക്വൽ ടു 4 റൈസ് ടു 8 ആയി. ഇനി 4 എന്നുള്ളതിനെ നമുക്ക് 8 ബൈ 2 എന്ന് എഴുതാം. 8 ബൈ 2 ആണല്ലോ 4. അപ്പോൾ നമുക്ക് 4ന് പകരം 8 ബൈ 2 എന്ന് എഴുതി ദ ഹോൾ റൈസ് ടു 8 ആയി. എന്തിനാ അങ്ങനെ 8 ബൈ 2 ആക്കിയത് തന്നെ? കാരണം ലെഫ്റ്റ് സൈഡ് നോക്കിയേ, കെ ബൈ 2 ദ ഹോൾ റൈസ് ടു കെ ആണ് 4 റൈസ് ടു 8 ആയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരേ ഫോമിലാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഒരേ രൂപത്തിലാക്കാൻ വേണ്ടി 4 എന്നുള്ളതിനെ 8 ബൈ 2 ആക്കി. ഇപ്പോൾ എന്ത് പറ്റി? കെ ബൈ 2 ദ ഹോൾ റൈസ് ടു കെ ഈസ് ഈക്വൽ ടു 8 ബൈ 2 ദ ഹോൾ റൈസ് ടു 8 എന്നായി. ഇത് നമ്മൾ എൽ എച്ച് എസും ആർ എച്ച് എസും ഒന്ന് കമ്പയർ ചെയ്താൽ നോക്കിയേ, കെയുടെ സ്ഥാനത്ത് നിൽക്കുന്ന 8, ഇവിടെയും 8 തന്നെയാണ്. പവറായിട്ട് നിൽക്കുന്ന കെയുടെ സ്ഥാനത്ത് 8 ആണ്. അപ്പോൾ നമുക്ക് കെ ബൈ 2 ദ ഹോൾ റൈസ് ടു കെ ഈസ് ഈക്വൽ ടു 8 ബൈ 2 ദ ഹോൾ റൈസ് ടു 8 എന്ന് കിട്ടി. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കമ്പയർ ചെയ്യുമ്പം കെയുടെ വാല്യൂ 8 എന്ന് കിട്ടും. അപ്പം ആൻസർ എന്ന് പറയുന്നത് 8 ആണ്.